ഇന്ന് ഞാൻ നല്ലൊരു ബ്രെഡ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചു. അതിനുശേഷം 10 കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് അല്പം കുരുമുളകും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളി, ക്യാരറ്റ്, കാബേജ്, മല്ലിയില ഇവയെല്ലാം നല്ലോണം നൈസാക്കി കൊത്തി അരിഞ്ഞ് വെക്കാം. എന്നിട്ട് ഒന്നായിട്ട് മിക്സ്ഡ് ആക്കിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലോണം വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചതും അല്പം കുരുമുളകും കുറച്ച് മയോണീസയും, ഈ മയോണീസ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അങ്ങനെ പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇടാം, കാരണം ചിക്കനിലും മയോണീസയിലൊക്കെ ഉപ്പുണ്ടായത് കൊണ്ട് നമുക്ക് നോക്കിയിടാം. നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് 4 മൂലയും കട്ട് ചെയ്തതിന് ശേഷം നടു സ്ലൈസ് ആക്കാം. ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം മൊത്തത്തിൽ. പിന്നെ നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് അല്പം നെയ്യിട്ട് മൊത്തത്തിലൊന്ന് തടവിയെടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ടയിൽ മുക്കി ഓരോ ബ്രെഡ് കഷ്ണവും ഇതുപോലെ ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മൊത്തത്തിൽ ആക്കിയെടുക്കണം, ഫില്ല് ചെയ്യണം, ഗ്യാപ്പ് വരാതെ നോക്കണം എല്ലായിടത്തും. പിന്നെ ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ ആക്കി വെച്ച് കൂട്ടും മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം പരത്തിയെടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെയും ഈ ബ്രെഡ് കഷ്ണം മുട്ടയിൽ മുക്കി എല്ലായിടത്തൊന്ന് പോലെ വെച്ച് കൊടുക്കാം. ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്കി വന്ന കോഴിമുട്ട ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കാം. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് അടി കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് പാകം ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ബ്രെഡ് കേക്ക് റെഡിയാണ്. പക്ഷേ ഞാനിതിന് പേരിട്ടത് ബ്രെഡ് കേക്ക് എന്നാണ്. നമുക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ ഇതിന്.